സോ വെൽക്കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിഗിനർ വേഴ്സസ് പ്രൊഫഷണൽ തിങ്കിങ്. മേ ബി ഒരു സാധാരണക്കാരനല്ലെന്നുണ്ടെങ്കിൽ തുടക്കക്കാരെങ്ങനെയാണ് ചിന്തിക്കുന്നത് മാർക്കറ്റിങ്ങിനെ പറ്റി, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് ആലോചിക്കുന്നത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിഗിനേഴ്സ് എങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്. മേ ബി നിങ്ങളൊരു ബിഗിനർ ആയിരിക്കും, നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സ്റ്റാർട്ട് ബൈ ആസ്കിങ് വിച്ച് ടൂൾ ഷുഡ് ഐ ലേൺ. യൂഷ്വലി ഏതാ ടൂളാണ് ഞാനിവിടെ ഉപയോഗിക്കേണ്ടത്, ആദ്യം ഞാൻ ഏതാ പഠിക്കേണ്ടത്. ചില യൂട്യൂബ് വീഡിയോസ് റാൻഡമായിട്ട് കാണുക. മേ ബി നിങ്ങൾ എൻ്റെ വീഡിയോസ് കുറേ കണ്ടിട്ടുണ്ടാവാം, മറ്റു പലരുടെയും യൂട്യൂബ് വീഡിയോസും റീൽസും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അതിനുശേഷം നമ്മൾ ചില കാര്യങ്ങൾ കോപ്പി ടാക്ടിക്സ് വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് കോണ്ടെക്സ്റ്റ്, അതായത് ചില ടൂൾസിനെ പറ്റിയും ചില പ്ലാറ്റ്ഫോംസിനെ പറ്റിയും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഒരു ആഡ് ചെയ്യുന്ന മെത്തേഡൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് അതേപോലെ തന്നെ നോക്കി ചെയ്യാനായിട്ട് നോക്കി നിങ്ങളും ഒരു ആഡ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവാം, അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉദ്ദേശം മനസ്സിലാക്കാതെ. അപ്പോൾ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ആ മെത്തേഡിനെ നിങ്ങൾ കോപ്പി ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ടാണ്, അതൊരു ഈസി ഹാക്കാണ് പെട്ടെന്നൊരു ഫേസ്ബുക്ക് ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അതിനെ കോപ്പി ചെയ്തുകൊണ്ട് പോവുക. ഇതൊക്കെയാണ് ബിഗിനേഴ്സ് യൂഷ്വലി ചെയ്യുന്നത്. ഇതെല്ലാം കുറച്ചൊക്കെ ഇതുപോലെയൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഒരു സർട്ടിഫിക്കറ്റിനെയൊക്കെ നമ്മൾ ആശ്രയിക്കും. ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഇനി ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ജോലിക്ക് കയറാം. അപ്പോൾ നമുക്കൊരു റിസൾട്ട് ഉണ്ടാക്കി എടുക്കുന്നതിനെ പറ്റി ഇപ്പോഴും നമ്മൾ ഫോക്കസ് ആയിട്ടില്ല. ഒരു മെത്തേഡ് ചെയ്യാൻ പഠിച്ചു, കുറേ ടൂൾസ് പഠിച്ചു, ബട്ട് ഇത് റിസൾട്ടിലേക്ക് വന്നോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ സർട്ടിഫിക്കറ്റുമായി ജോലിക്ക് കയറാൻ നോക്കുന്നു. സോ ബിഗിനേഴ്സ് കളക്ട് ഇൻഫർമേഷൻ, ദേ ഡോണ്ട് ബിൽഡ് ഡയറക്ഷൻ. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനോടൊക്കെ പഠിച്ചെടുക്കുന്നുണ്ടാവാം, ബട്ട് ഒരു റൈറ്റ് ഡയറക്ഷൻ ബിൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ നമുക്ക് എവിടെ നിന്നും കിട്ടുന്നില്ല. സോ കോസ്റ്റ് ഓഫ് ബിഗിനർ മിസ്റ്റേക്സ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? വേർ ദിസ് അപ്രോച്ച് ലീഡ്സ് സ്കാറ്റേഡ് നോളേജ്. അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷേ അതിങ്ങനെ ചിതറിക്കിടക്കുകയാണ് നിങ്ങളുടെ മൈൻഡിൽ. മേ ബി ഇപ്പോൾ നിങ്ങൾ ആ ഒരു അവസ്ഥയിലായിരിക്കാം. കാരണം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്, ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട്, കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്, ബട്ട് അതിങ്ങനെ ചിതറിക്കിടക്കുകയാണ്, ഒരു ക്ലാരിറ്റി കിട്ടാതെ. അതുകൊണ്ട് തന്നെയുള്ള കുഴപ്പം എന്താ? നമുക്ക് ലോ കോൺഫിഡൻസ് ആണ്. കാരണം എനിക്ക് വന്നിരിക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുടെയും പ്രശ്നം എന്താണെന്നറിയോ? അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഒരിടത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കവിടെ പറയാൻ പറ്റത്തില്ല, കാരണം അവർ കോൺഫിഡൻ്റ് അല്ല, ലോ കോൺഫിഡൻസിലാണ്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങളും അവർ ചെയ്ത് നോക്കുമ്പോഴൊക്കെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ചിലതിന് റിസൾട്ട് കിട്ടും, ചിലതിന് റിസൾട്ട് കിട്ടത്തില്ല, ചിലത് കൺവേർട്ട് ആവും, ചിലത് കൺവേർട്ട് ആവുന്നില്ല. ഇതെന്താണ് ഇതിൻ്റെ ഒരു റീസൺ എന്ന് മാത്രം അവർക്കറിയില്ല. എന്ന് വെച്ച് എല്ലാ ക്യാമ്പയിൻസും പെർഫെക്റ്റ് ആവണം എന്നുമല്ല. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് വരുന്നത് നമ്മൾ അപ്രോച്ച് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്. അതായത് ബിഗിനർ മൈൻഡ് സെറ്റിൽ അപ്രോച്ച് ചെയ്തതിൻ്റെ ഫിയർ ഓഫ് റിയൽ പ്രോജക്റ്റ്. നല്ല വലിയ കമ്പനികളുടെ പ്രോജക്റ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് കൈവച്ചിട്ട് ആ ക്യാമ്പയിനൊക്കെ ചെയ്യാനായിട്ടൊന്ന് പേടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സിസ്റ്റംസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും വലിയൊരു ടീമുമായിട്ട് എങ്ങനെ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ. കോൺസ്റ്റൻറ്റ് കോഴ്സ് ഹോപ്പിംഗ്. അതായത് കോഴ്സ് ഹോപ്പിംഗ് ഞാൻ ഇപ്പോഴും പറഞ്ഞു തരികയാണ്. ഒരു കോഴ്സിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് ജമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. സിസ്റ്റം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. സിസ്റ്റം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എവിടെ പോയി എന്ത് പഠിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റാത്തിടത്തോളം കാലം നമ്മളിങ്ങനെ ഏതെങ്കിലുമൊക്കെ കോഴ്സുകൾ കണ്ട് നടക്കും. ആക്ടിവിറ്റി വിത്തൗട്ട് ക്ലാരിറ്റി ഫീൽസ് ലൈക്ക് പ്രോഗ്രസ് ബട്ട് ഈസിൻറ്റ്. അതായത് ക്ലാരിറ്റി കിട്ടാതെ നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രസ്ഡ് ആയി എന്ന് നമ്മൾ വിചാരിക്കും, ബട്ട് ആക്ച്വലി നമ്മൾ പ്രോഗ്രസ്ഡ് ആയിട്ടുണ്ടാവില്ല. ഇത് എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്? നമ്മൾ റിയൽ ക്യാമ്പയിൻസും റിയൽ ക്ലയൻസിനെയൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളിത് തിരിച്ചറിയുന്നത്. സോ ഇങ്ങനെയല്ല ശരിക്കും ഹൗ പ്രൊഫഷണൽസ് തിങ്ക് ഇൻ ഫ്രെയിംവർക്ക്സ്. അതായത് ഫ്രെയിംവർക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പ്രൊഫഷണലുകൾ വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രൊഫഷണലുകളുടെ മൈൻഡ് സെറ്റ്? അതായത് ഇത് നിങ്ങൾ നാളെ ഒരു പ്രൊഫഷണൽ ആവും, എല്ലാവരും ആകും, പക്ഷേ ടൈം എടുത്തിട്ടായിരിക്കും ആവുന്നത്. അങ്ങനെ കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കും? സ്റ്റാർട്ട് വിത്ത് ബിസിനസ് ഗോൾസ്. ഒരു ബിസിനസ്സിന് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. സെയിൽസ്, ലീഡ്സ്, കൺവേർഷൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബിസിനസ്സിൻ്റെ ഗോൾ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കും. അതിനുശേഷം അവരിലേക്ക് കസ്റ്റമർ ജേർണി, അണ്ടർസ്റ്റാൻഡ് ദ കസ്റ്റമർ ജേർണി. അതായത് നമ്മൾ അറ്റൻഷനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ജേർണി മനസ്സിലാക്കും. എങ്ങനെയാണ് അവരുടെ കസ്റ്റമേഴ്സ് സഞ്ചരിക്കുന്നത്, ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് അവരുടെ കസ്റ്റമേഴ്സ് സഞ്ചരിക്കുന്നത്, ഏതൊക്കെ ഡെമോഗ്രാഫിക്സിലുള്ളവരാണ് അവരുടെ കസ്റ്റമേഴ്സ്. അതിനുശേഷം അവർക്ക് അനുയോജ്യമായ
ടൂൾസ് ഏതൊക്കെയാണ്, അതിനുശേഷം സ്ട്രാറ്റജി, അതായത് ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പം ആ സ്ട്രാറ്റജിക്ക് പറ്റിയ ടൂൾസ് ഏതൊക്കെയാണ്, അതിനുശേഷം ഇതും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിനുശേഷം അവരൊരു സിസ്റ്റം ബിൽഡ് ചെയ്യും, ഒരു റിപ്പീറ്റബിൾ സിസ്റ്റം, എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, അവരുടെ ഈ ഒരു ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു റിപ്പീറ്റബിൾ സിസ്റ്റം. അതിനുശേഷം അവരെന്ത് ചെയ്യും, മെഷർ സക്സസ് ഇൻ ഔട്ട്കംസ് ആൻഡ് ഇമ്പാക്റ്റ്. അതായത് അതിൻ്റെ സക്സസ് ഒരു ക്യാമ്പയിൻ ചെയ്തതിൽ നിന്നല്ല, ആ ക്യാമ്പയിൻ ചെയ്തതിൽ നിന്ന് അവർക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടി, അത് എത്രത്തോളം കൺവേർട്ടായി, എത്രത്തോളം സെയിൽസ് നടന്നു, എത്രത്തോളം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റിൽ അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു, ഇതിനെപ്പറ്റിയുള്ള അതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്താണ് ആ കമ്പനിക്ക്. ഇമ്പാക്റ്റ് മീൻസ് എന്തുമാകാം ഇമ്പാക്റ്റ്. അതിപ്പോൾ അവരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വൈറലായതാവാം, അവരുടെ ബ്രാൻഡിന് പൊസിഷൻ കിട്ടുന്നതായിരിക്കാം, ഒരുപാട് എൻക്വയറീസ് ഇങ്ങോട്ട് വരുന്നതായിരിക്കാം, ബ്രാൻഡ് ട്രസ്റ്റ് ആയിരിക്കാം, ഇതെല്ലാം ഇമ്പാക്റ്റൊക്കെയാണ്. അതുപോലെ ബിസിനസ്സിലുണ്ടാകുന്ന റിയൽ ഔട്ട്കംസ്, ഈ കാര്യങ്ങളെല്ലാം മെഷർ ചെയ്ത് കൃത്യമായി മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കും ഒരു പ്രൊഫഷണലി മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾ. സോ പ്രൊഫഷണൽസ് ഡോണ്ട് ഗസ്, ദേ ഫോളോ ഫ്രെയിംവർക്ക്സ്. അതായത് അവർ ഗസ് ചെയ്തല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ ഇത് 5 പോയിൻറ്റിൽ ഒതുങ്ങി, പക്ഷേ ഇത് 5 പോയിൻ്റ് അല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണിത്. സോ പ്രൊഫഷണൽസ് ഡോണ്ട് ഗസ്, ദേ ഫോളോ ഫ്രെയിംവർക്ക്സ്. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് ഫ്രെയിംവർക്ക് പ്രകാരം പഠിക്കണമെന്ന് പറയുന്നത്. സോ ഞാനൊരു സിമ്പിൾ ഫ്രെയിംവർക്ക് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്നാമത് അവർ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു പ്രോബ്ലം. ഏതൊരു ബിസിനസ്സിനും ഒരു പ്രോബ്ലംസ് ഉണ്ടാകും, അവരുടെ ഓഡിയൻസിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, അത് അവർ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കും. അതിനുശേഷം അവരുടെ ഓഡിയൻസിനെ മനസ്സിലാക്കും. ഈ ഓഡിയൻസിന് കൊടുക്കേണ്ട മെസ്സേജ് ഏത് രൂപത്തിൽ കൊടുക്കണം, വീഡിയോ രൂപത്തിൽ കൊടുക്കണോ, ഗൂഗിൾ സെർച്ചിൽ കൊടുക്കണോ, അതല്ലെന്നുണ്ടെങ്കിൽ ലോങ് ഫോം വീഡിയോ ആയിട്ട് കൊടുക്കണോ, അതോ വെബിനാറിൻ്റെ രൂപത്തിൽ കൊടുക്കണം, മെസ്സേജ് എങ്ങനെ പാസ് ചെയ്യണം, അത് ഏത് പ്ലാറ്റ്ഫോമിലൂടെ കൊടുക്കണം, ഇൻസ്റ്റഗ്രാമിലൂടെ കൊടുക്കണോ, ഫേസ്ബുക്കിലൂടെ കൊടുക്കണോ, അതോ ഗൂഗിൾ ആഡ്സ് വഴി കൊടുക്കണോ, അതോ വാട്സാപ്പ് ഓട്ടോമേഷനിലൂടെ കൊടുക്കണോ, ഏത് ചാനലിലൂടെ കൊടുത്താലായിരിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്യുക. അതിനുശേഷമാണ് അവർ കൺവേർഷൻ, വാട്സാപ്പിലൂടെ കൊടുക്കുമ്പോൾ കൺവേർട്ട് ആവുന്നുണ്ട്, ഇൻസ്റ്റഗ്രാമിലൂടെ പോകുമ്പോൾ കൺവേർഷൻ ആവുന്നുണ്ടോ, കൺവേർഷനിലേക്ക് എത്തുന്നുണ്ടോ, കൺവേർഷൻ എവിടെയാണ് എത്തുന്നത്, ഒരാളൊരു ബിസിനസ്സിലേക്ക് കൺവേർട്ടായി വരുന്നത് എപ്പോഴാണ്, വന്നതിന് ശേഷം. ഓക്കെ, ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്നത് കൺവേർട്ട് ആവുന്നുണ്ടോ എങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത്, ഇനി കൺവേർഷൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പല ഫ്രെയിംവർക്കുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നു. ഇതാണ് ഒരു സിമ്പിൾ ഫ്രെയിംവർക്ക്. സോ എവറി ക്യാമ്പയിൻ ഫോളോസ് എ സ്ട്രക്ചർ. എല്ലാ പരസ്യങ്ങളും എല്ലാ മാർക്കറ്റിംഗ് മെത്തേഡുകളുടെയും നമുക്ക് ക്യാമ്പയിൻ എന്ന് പറയും. ആ ഒരു ക്യാമ്പയിനെ എല്ലാ ക്യാമ്പയിനുകൾക്കും ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിനകത്ത് പല സ്ഥലങ്ങളിലും ടൂൾസ് പ്ലഗ് ഇൻ ടു സ്പെസിഫിക് സ്റ്റേജസ്. അതായത് നമ്മൾ പഠിക്കുന്ന പല AI ടൂൾസും മെത്തേഡ്സും എല്ലാം അതിലേതെങ്കിലുമൊക്കെ സ്റ്റേജുകളിലേക്ക് പ്ലഗ് ഇൻ ആവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ചാനൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് മേ ബി യൂട്യൂബോ അതല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ആയിരിക്കാം ഇവിടെ കണക്റ്റ് ആവുന്നത്. ചാനൽ എന്ന് പറയുന്നത് അതൊരു ടൂളായിട്ട് വേണമെങ്കിൽ പറയാം. ഈ കൺവേർഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ കണക്റ്റ് ആവുന്ന ഒരു ടൂൾ മേ ബി വാട്സാപ്പിൻ്റെ ഏതെങ്കിലും ഒരു ഓട്ടോമേഷൻ ടൂൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ ടൂൾ ആയിരിക്കാം. ഇതായിരിക്കാം ഇവിടെ കൺവേർഷനിൽ ഇവിടെ പ്ലഗിൻ ആവുന്നത്. അപ്പം നമ്മളൊരു ടൂൾ പഠിച്ചതുകൊണ്ട് ആ ടൂളിനെ ഇവിടെ ആദ്യം കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഫ്രെയിംവർക്ക് സ്റ്റേജിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് സ്റ്റേജിൽ ടൂൾസൊക്കെ അപ്ലൈ ചെയ്യുന്നത്. AI ആക്സിലറേറ്റ്സ് ബട്ട് ഡോണ്ട് റീപ്ലേസ് ദ ഫ്രെയിംവർക്ക്. അതായത് ഇതിൽ AI അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സിമ്പിൾ ആകുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. AI ഇതിലുള്ള പല പ്രോസസ്സുകളെയും നമുക്ക് ഫാസ്റ്റാക്കി തരും. അതായത് നമുക്ക് വേണ്ടുന്ന കോണ്ടൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് AI നമ്മളെ ഹെൽപ്പ് ചെയ്യും. വളരെ ഫാസ്റ്റായിട്ടുള്ള നമുക്ക് വീഡിയോ കോണ്ടൻറ്റ്സ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ AI ഹെൽപ്പ് ചെയ്യും. അതായത് AI സ്പീഡപ്പ് ചെയ്യും. AI ആക്സിലറേറ്റ്സ് ബട്ട് ഡസൻ റീപ്ലേസ്. അതായത് ഒരിക്കലും നിങ്ങളുടെ സ്കില്ലിനെയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്രെയിംവർക്കിനെയോ AI റീപ്ലേസ് ചെയ്യുകയില്ല. ഓക്കെ, AI ഒരിക്കലും നിങ്ങളെ റീപ്ലേസ് ചെയ്യില്ല. നമ്മളുടെ ഫ്രെയിംവർക്കിനെയും സിസ്റ്റത്തിനെയും ഡയറക്ഷൻസിനെയും ഒരിക്കലും AIക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഫാസ്റ്റൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ സ്കിൽ വേഴ്സസ് സ്ട്രാറ്റജി വേഴ്സസ് എക്സിക്യൂഷൻ. ഇനി അടുത്തത് ഈ ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളിത് നോട്ട് ഡൗൺ ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ സ്റ്റേജ് വരെ എത്തിയെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ലേണിംഗ് ദ റൈറ്റ് സിസ്റ്റം. Skill versus strategy versus execution. The real difference is skill is not equal to strategy is not equal to execution. Skill എന്ന് പറഞ്ഞാൽ എന്താണ്? Skill is knowing how to do something. അതായത് നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, അതായത് നിങ്ങൾക്കൊരു മെറ്റ ആഡ് ചെയ്യാനറിയാം, നിങ്ങൾക്കൊരു വാട്സാപ്പ് ഓട്ടോമേഷൻ ചെയ്യാനറിയാം, നിങ്ങൾക്കൊരു SEOയിൽ ഈ ഒരു മെത്തേഡ് ചെയ്യാനറിയാം, ഓൺ പേജ് SEO ചെയ്യാനറിയാം, ഓഫ് പേജ് SEO ചെയ്യാനറിയാം. ഇതാണ് സ്കില്ലെന്ന് പറയുന്നത്. ഓക്കെ,
സോ ഈ സ്കില്ല് മാത്രം മതിയോ? പോരാ. സ്ട്രാറ്റജി, നോയിങ് വാട്ട് ടു ഡു ആൻഡ് വൈ. അതായത് ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ബിസിനസ്സിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള തിരിച്ചറിവ്, അതുപോലെ തന്നെ എന്തിന് ഞാനത് ചെയ്യണം. ഒരാൾ നിങ്ങളെ ഏൽപ്പിച്ചാലും അതെന്തിന് നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു നോളജ് ഉണ്ടാവണം. അതിനുശേഷം എക്സിക്യൂഷൻ, ഡൂയിങ് ഇറ്റ് കൺസിസ്റ്റൻ്റ്ലി ആൻഡ് കറക്റ്റ്ലി. ഇത് പ്രോപ്പറായിട്ട് മുടങ്ങാതെ ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂഷൻ സ്റ്റേജിൽ വരുന്നത്. മോസ്റ്റ് പീപ്പിൾ ലേൺ സ്കിൽസ്, അതായത് എല്ലാ ആൾക്കാരും എല്ലാ സ്ഥലങ്ങളിലും പോയി പഠിച്ചെടുക്കുന്നത് എന്താണ്? സ്കിൽസ്. ഓക്കെ, സ്കില്ല് പഠിച്ചെടുക്കും. അപ്പോൾ എല്ലാവരും പറയുന്നു ഒരു സ്കില്ല് പഠിച്ചെടുക്കും. യെസ്, ഡെഫിനറ്റ്ലി സ്കില്ല് വേണം. സ്കില്ലില്ലാതെ താഴത്തെ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. ബട്ട് പ്രൊഫഷണൽസ് മാസ്റ്റർ ഓൾ 3. അതായത് നിങ്ങൾക്കൊരു എക്സ്പേർട്ട് ആവണം, ഒരു പ്രൊഫഷണൽ ആവണമെന്നുണ്ടെങ്കിൽ സ്കിൽ പ്ലസ് സ്ട്രാറ്റജി പ്ലസ് എക്സിക്യൂഷൻ, ഇത് 3ഉം ഒരേപോലെ അറിഞ്ഞിരിക്കണം. സോ വൈ സ്കിൽ എലോൺ ഈസ് നോട്ട് ഇനഫ്. സ്കില്ല് മാത്രം പോരാന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വൈ സ്കിൽ ഫെയിൽസ് വിത്തൗട്ട് സ്ട്രാറ്റജി ഇല്ല എന്നുണ്ടെങ്കിൽ സ്കില്ല് ഫെയിൽ ആവും. സ്കിൽസ് വിത്തൗട്ട് സ്ട്രാറ്റജി ഈസ് ഈക്വൽ ടു കൺഫ്യൂഷൻ. അതായത് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷേ നമുക്കൊരു പ്രോപ്പർ സ്ട്രാറ്റജി ഇല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. സ്ട്രാറ്റജി വിത്തൗട്ട് എക്സിക്യൂഷൻ, സ്ട്രാറ്റജി ഇല്ലാതെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഒരു ക്യാമ്പയിനിൽ ഇത് വർക്കൗട്ട് ആകുമെന്നുള്ളൊരു പ്ലാനിങ്ങോ സെറ്റപ്പോ ഒന്നും ഇല്ലാതെ നമ്മളൊരു പരസ്യം ചുമ്മാ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും? റിസൾട്ടുകൾ കിട്ടത്തില്ല. പല മാർക്കറ്റിംഗ് മെത്തേഡുകളിലും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. എക്സിക്യൂഷൻ വിത്തൗട്ട് സിസ്റ്റം, അതായത് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ലാതെ, ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ബേൺ ഔട്ട് ആവും. അതായത് നമ്മളുടെ കയ്യിലെ പൈസ പോവും, നമ്മളുടെ അടുത്ത് ക്ലയൻറ്റ് ചൂടാവും, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ഒരു കംപ്ലീറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം പഠിച്ചെടുക്കാം. കരിയേഴ്സ് ആർ ബിൽറ്റ് വെയർ സ്കിൽ, സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ മീറ്റ്. കരിയേഴ്സ് ആർ ബിൽറ്റ് വെയർ സ്കിൽ, സ്ട്രാറ്റജി ആൻഡ് എക്സിക്യൂഷൻ മീറ്റ്. മനസ്സിലാക്കി വെക്കേണ്ട പോയിൻ്റാണ്. അതായത് നിങ്ങളുടെ കരിയർ ഗ്രോ ചെയ്യാൻ പോകുന്ന എവിടെയാണ്? സ്കില്ലും സ്ട്രാറ്റജിയും എക്സിക്യൂഷനും ഒരേപോലെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് മനസ്സിലാക്കി പോകുന്നിടത്താണ്. സോ വൈ ടൂൾസ് അലോൺ ഡോണ്ട് ക്രിയേറ്റ് കരിയേഴ്സ് ഓർ റിസൾട്ട്. അതായത് ടൂൾസ് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾ കരിയറിൽ ഒരു എക്സ്പേർട്ട് ആകുമെന്നോ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കൊടുക്കാൻ പറ്റുമെന്നല്ല. കാരണം ദ ടൂൾ മിത്ത് എന്ന് പറയുന്നത്, ദ ബിഗസ്റ്റ് മിത്ത് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഇഫ് ഐ ലേൺ ഇനഫ് ടൂൾസ് ഐ വിൽ സക്സീഡ് എന്ന് പറയുന്ന ഒരു മായ ലോകത്താണ് നിങ്ങളെല്ലാവരും. ഇഫ് ഐ ലേൺ ഇനഫ് ടൂൾസ് ഐ വിൽ സക്സീഡ്. റിയാലിറ്റി എന്ന് പറയുന്നത് ടൂൾസ് ആർ ടെമ്പററി. ദാറ്റ് മീൻസ് ഇന്ന് നിങ്ങൾ കാണുന്ന മാർക്കറ്റിംഗ് ടൂള് നാളെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഔട്ട്ഡേറ്റഡ് ആവാം. ആഫ്റ്റർ 3 years 4 years ഇത് ഔട്ട്ഡേറ്റഡ് ആവാം. 4 yearsൽ നിങ്ങളെന്ന് പറയുന്ന ആൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ ഒരു എക്സ്പേർട്ടാണ്, പ്രൊഫഷണലാണ്. നിങ്ങൾ ഇന്ന് പഠിച്ച ടൂള് നാളെ ഉണ്ടാവണമെന്നില്ല. ദാറ്റ് മീൻസ് ടൂൾസ് ആർ ടെമ്പററി. പ്ലാറ്റ്ഫോംസ് ചേഞ്ച്, പ്ലാറ്റ്ഫോംസ് മാറും. ഇന്ന് കാണുന്ന മെറ്റയും ഗൂഗിൾ ആഡും ഒന്നും ആയിരിക്കില്ല 3-4 വർഷം കഴിയുമ്പോൾ. അൽഗോരിതം ഷിഫ്റ്റ്, അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്ന രീതിയിലായിരിക്കത്തില്ല ആളുകൾ വീഡിയോ കാണുന്നതും. പ്ലാറ്റ്ഫോംസ് അതിനെ ഡെലിവറി ചെയ്യുന്ന രീതിയും ഒക്കെ പല രീതിയിലായിരിക്കും. AI ഇവോൾവ്സ്. AIയുടെ ഇപ്പോഴത്തെ ഗ്രോത്ത് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ്. ആഫ്റ്റർ 3 to 4 years നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്കിന്നറിയാവുന്ന നോളജും വെച്ച് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. AI ഇവോൾവ്സ് റാപ്പിഡ്ലി. ഒരുപാട് സെക്ടർ ഏരിയകളിൽ AIയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ടൂൾസ് എല്ലാം എക്സ്പയർ ആവും. നമ്മൾ പഠിച്ചെടുത്ത പല ടൂൾസും മേ ബി എക്സ്പയർ ആവും. അങ്ങനെ വരുമ്പോഴും നമുക്ക് എക്സ്പയർ ആവാത്ത ഒന്നുണ്ടാവും. എന്താണത്? ദ സിസ്റ്റം, ദ മാർക്കറ്റിംഗ് സിസ്റ്റം, ദ മാർക്കറ്റിംഗ് ഫ്രെയിംവർക്ക്. നമ്മൾ പഠിച്ചെടുത്ത തിങ്കിങ് ഡസ് നോട്ട്. മനസ്സിലായോ? നിങ്ങളുടെ ആ ഒരു തോട്ടുണ്ടല്ലോ, നിങ്ങളുടെ ആലോചന, മാർക്കറ്റിംഗ് ഇങ്ങനെയാണ്, കസ്റ്റമർ സൈക്കോളജി ഇങ്ങനെയാണ് ഒരു കസ്റ്റമർ ജേണി എന്നുള്ള ആ ഒരു സംഭവമില്ലേ, അത് നമുക്കൊരിക്കലും മാറ്റേണ്ടി വരികയില്ല. കാരണം അതിലേക്ക് നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്താൽ മാത്രം മതി. സോ കരിയർ ലെവൽ ട്രൂത്ത് എന്താണെന്ന് ചോദിച്ചാൽ, വാട്ട് ആക്ച്വലി ബിൽഡ്സ് കരിയേഴ്സ്? ക്ലിയർ തിങ്കിങ്. നിങ്ങൾ കറക്റ്റായിട്ടാണ് ആലോചിക്കുന്നതെങ്കിൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കുന്നിടത്ത് മാർക്കറ്റിംഗ് സിസ്റ്റം അണ്ടർസ്റ്റാൻഡിങ്. ഫ്രെയിംവർക്ക് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഫ്രെയിംവർക്ക് എന്താണ്? പ്രൊഫഷണൽസ് എങ്ങനെയാണ് മാർക്കറ്റിംഗ് സിസ്റ്റം അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അഡാപ്റ്റബിലിറ്റി. പുതിയതായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മളുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുക. ബിസിനസ് അവെയർനെസ്. അതായത് ഏതൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരാളും ആ ബിസിനസ്സിനെ പറ്റി
കൃത്യമായി പഠിക്കുകയും അവരുടെ ഓഡിയൻസിനെ പറ്റി പഠിക്കുകയും അവരുടെ കസ്റ്റമർ സൈക്കോളജി എല്ലാം പഠിക്കുകയും ചെയ്യുക. ബിസിനസ് അവയർനെസ്. കരിയേഴ്സ് ആർ ബിൽറ്റ് ഓൺ തിങ്കിങ് മോഡൽസ്, നോട്ട് സോഫ്റ്റ്വെയർ ഡാഷ്ബോർഡ്സ്. നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ ആലോചിച്ച ഒരു ബിസിനസ്സിന് വേണ്ടുന്ന മാർക്കറ്റിംഗ് ഇതാണ് എന്ന് ഫൈനലൈസ് ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ ആക്ച്വൽ കരിയർ ബോൺ ആവാൻ പോകുന്നത്, അല്ലാതെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ടല്ല. സോ ദ ഡിഫറൻസ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്, ഇറ്റ്സ് തിങ്കിങ്. അതായത് നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതിലല്ല. ബിഗിനേഴ്സ് ചോദിക്കുന്ന പോലെ നിങ്ങൾ ചോദിക്കരുത് വാട്ട് ടൂൾ ഷുഡ് ഐ ലേൺ എന്നുള്ളതാണ് ബിഗിനേഴ്സ് ചോദിക്കുന്നതെങ്കിൽ പ്രൊഫഷണൽസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, വാട്ട് പ്രോബ്ലം ആം ഐ സോൾവിങ്. ആക്ച്വലി ഞാനിപ്പോൾ എന്ത് പ്രോബ്ലമാണ് നിങ്ങൾക്ക് വേണ്ടി സോൾവ് ചെയ്യുന്നത്? നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലത്തിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ മിഷൻ തന്നെ. ഓക്കെ, പ്രൊഫഷണൽസിനെ പോലെ ആലോചിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞിറങ്ങുന്ന ഓരോ ആളുകളും ടൂൾസും കാര്യങ്ങളും മാത്രം പഠിക്കാതെ അവരുടെ തോട്ട് പ്രോസസ്സും അവരുടെ തിങ്കിങ് പ്രോസസ്സും എല്ലാം പ്രൊഫഷണൽസിനെ പോലെ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. സോ വൺസ് യുവർ തിങ്കിങ് ചേഞ്ച് യുവർ റിസൾട്ട്സ് ഫോളോ. അതായത് നിങ്ങൾ ചിന്തിക്കുന്നത് കറക്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ പോയാലും എന്ത് പഠിക്കണം, എന്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ദ ഡിഫറൻസ് ഈസ് നോട്ട് എക്സ്പീരിയൻസ്, ഇറ്റ്സ് തിങ്കിങ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.